തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണത്തിൽ നടന്നത് വളരെ ഞെട്ടിക്കുന്ന ക്രമക്കേടുകളെന്ന വാർത്ത. സിവിൽ പോലീസ് ഓഫീസർ അൻസിലിൻ്റെ അറിവോടെയാണ് വ്യാജരേഖകൾ നിർമ്മിച്ചത്. പോലീസ് സ്റ്റേഷനിലെത്തുന്ന അപേക്ഷകൾ മതിയായ പരിശോധനയില്ലാതെ അനുമതി കൊടുത്തു. കേസിൽ CPO അൻസിലിൻ്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. 24 ബിഗ് ബ്രേക്കിംഗ്. ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. പറയൂ ഷഫീദ്. ഇന്നലെ വൈകിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഈ തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണം അത് ഒരു തരത്തിൽ ചെറിയൊരു കാര്യമല്ല. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് ഞെട്ടിക്കുന്ന ക്രമക്കേട്, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായമുണ്ടെങ്കിൽ 10ഉം 40ഉം വ്യാജ പാസ്പോർട്ടുകൾ ആർക്കും ഏത് രീതിയിലും ഉണ്ടാക്കി അത് നൽകാം എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രമക്കേടുകൾ അത്രയും നടന്നത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിട്ടുള്ള അൻസിലിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വ്യാജരേഖകളടക്കം നിർമ്മിച്ച കാര്യം CPO അൻസിലിന് അറിയാമായിരുന്നു. സ്റ്റേഷനിലെത്തുന്ന അപേക്ഷകളിലും അൻസിൽ ഇടപെട്ടു. അതായത് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഒരു പാസ്പോർട്ട് അപേക്ഷ എത്തുകയാണെങ്കിൽ അത് തനിക്ക് വേണ്ടപ്പെട്ടയാളാണ്, പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഉദ്യോഗസ്ഥരെ പോലും കുടുക്കിയിട്ടായിരുന്നു അൻസിലിന്റെ ഇക്കാര്യത്തിലെ ഇടപെടൽ. വെരിഫിക്കേഷൻ പരിശോധനയില്ലാതെ നടത്തി. തുമ്പ സ്റ്റേഷനിലെ 20 അപേക്ഷകളിൽ 13 എണ്ണത്തിലും അൻസിലിന്റെ ഇടപെടലുണ്ടായെന്നും ഈ 13ഉം വ്യാജമാണെന്നും ഇപ്പോൾ പോലീസിന് കണ്ടെത്തലുണ്ട്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ രേഖകളടക്കം ഉണ്ടാക്കി. ഈ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചത് മണക്കാട് സ്വദേശിയായ കമലേഷാണ്. വ്യാജ പാസ്പോർട്ടിനായി ആളുകളെ സംഘടിപ്പിച്ചത് വർക്കല സ്വദേശി സുനിൽകുമാർ. മണ്ണന്തല സ്വദേശി എഡ്വേർഡും ക്രമക്കേടിന് സഹായിച്ചു. സുനിൽകുമാറിന്റെയും എഡ്വേർഡിന്റെയും അറസ്റ്റ് ഇതിനോടകം തന്നെ തുമ്പ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ വ്യാജ പാസ്പോർട്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്, ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട, അതായത് 30ലധികം ക്രിമിനൽ കേസുകളിൽപ്പെട്ട ഒരാളുടെ ഒരു പാസ്പോർട്ട് അപേക്ഷ തുമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഇതോടെയാണ് സംശയം തോന്നിയ പോലീസ് അയാളുടെ ID കാർഡ്, അതിനൊപ്പം ഉണ്ടായിരുന്ന ID കാർഡ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു നൽകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് വ്യാപകമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തത്. ഈ പാസ്പോർട്ട്, അതായത് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തുള്ള ആൾക്ക് പാസ്പോർട്ട് എടുത്ത് നൽകാമെന്ന് അൻസിൽ പറയുന്നു. അങ്ങനെ അൻസിൽ തുമ്പ പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെടുന്ന ഒരു വ്യാജ അഡ്രസ് ഉണ്ടാക്കി ആ വ്യാജ അഡ്രസ്സിൽ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ തിരിമറികൾ അത്രയും നടന്നിട്ടുള്ളത്. ഏതായാലും ഈ CPO അൻസിൽ 1 വർഷം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ പാസ്പോർട്ട് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു. അവിടെയും സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇതിനോടകം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൻസിലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സൂചനകൾ. മാത്രമല്ല, മുഴുവൻ കേസുകളിലും, ഈ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും അൻസിൽ പ്രതിയാകുമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ.